മനുഷ്യൻ മാംസാഹാരിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അല്ല എന്നുള്ളതിന് ഒറ്റ കാര്യം മതി, ഞാൻ ആടിനെ തരാം, കൊന്നു തിന്നുമോ? അത് വാക്കത്തി വേണം. ശരി, വാക്കത്തി കൊണ്ട് നിങ്ങൾ തിന്നോ, പുലി തിന്നണ പോലെ തിന്നണം. രോമം, തോല്, മാംസം, എല്ല് സഹിതം തിന്നണം. വിവരം അറിയും. നമ്മൾ ആ തോലിൻ്റെ ഇടയിൽ നിന്ന് ആ മാംസളമായ ഭാഗം മാത്രം എടുത്ത് കഴിക്കുന്നത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. മാംസാഹാരം മനുഷ്യന് വിധിച്ചിട്ടുള്ളതല്ല. 10 ദിവസം മാംസാഹാരം നിർത്തി നേച്ചർ ലൈഫിൽ വന്ന് കിടക്കുമ്പോൾ അസുഖങ്ങൾ മാറിപ്പോകുന്നത്. ഏറ്റവും പെട്ടെന്ന് അസുഖം മാറുന്ന ആർക്കാണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ നമുക്ക് 7 ഹോസ്പിറ്റലുകളുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് വിളപ്പിൽശാല കഴിഞ്ഞ് നെടിയവിള സ്റ്റോപ്പിൽ നിന്ന് റൈറ്റേക്ക് കയറിയാലുണ്ട്. കായംകുളത്ത് വെട്ടിക്കോടുണ്ട്, ആലപ്പുഴയിൽ കൈനകരിയുണ്ട്, ആലുവയുണ്ട്, എറണാകുളത്ത്, തൃശ്ശൂർ 2 ഉണ്ട്, കോഴിക്കോടുണ്ട്. ഏറ്റവും കൂടുതൽ രോഗം മാറുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് നമുക്ക് 10-40 മുറിയുള്ള ആശുപത്രിയാണ് ഉള്ളത്. എന്താ കോഴിക്കോട് പെട്ടെന്ന് രോഗം മാറുന്നത്? അവിടെ വരുന്നവരിൽ നല്ലൊരു ശതമാനവും കുഴിമാന്തി, ഷവർമ്മ, മരണൈസും കൂട്ടി തിന്നിട്ടാണ് വരുന്നത്. കാലത്ത് തുടങ്ങും നെയ്ച്ചോറ്, ബിരിയാണി, പത്തിരി നീ പഹയന്മാർ നുണ പറയണതാ. പത്തിരി ഒന്നുമല്ല, 20 തിരി 30 തിരിയൊക്കെ തിന്നിട്ട് പത്തിരിയാ തിന്നതെന്ന് പറയും. അങ്ങനെയുള്ള തീറ്റ തിന്ന് വരുന്ന അവർക്കുണ്ടാകുന്ന രോഗമാണ് 10 ദിവസം പഴം കഴിക്കുമ്പോഴേ ശുദ്ധാഹാരം ചെല്ലുമ്പോൾ അഴുക്ക് തള്ളിക്കളയാൻ ശരീരത്തിന് കഴിയുമ്പോൾ മാറി. അങ്ങനെ അവർ കോഴിക്കോട്ടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾക്ക് രോഗം മാറിക്കഴിഞ്ഞാൽ അത് ചുറ്റും എല്ലാവരോടും അവർ പറയും. അവരുടെ ബന്ധുക്കളെയൊക്കെ നിർബന്ധപൂർവ്വം അവർ പിടിച്ചുകൊണ്ട് വരും. അവരുടെ ഒരു കൂട്ടായ്മ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഒരാൾ ആശുപത്രി കിടപ്പുണ്ടെങ്കിൽ തുരുതുരാ സന്ദർശകർ വരും. കാണാതിരിക്കുന്ന മോശമാണ്. ആത്മബന്ധം കുമാറി 5 നേരം ദിവസവും കാണുന്നവരൊക്കെയാണല്ലോ, നിസ്കാരത്തിനൊക്കെ 5 നേരം. അങ്ങനെ ഒരു കൂട്ടായ്മയും ബന്ധുത്വവും സഹകരണവും ഏറ്റവും കൂടുതൽ അവർക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ മന്ദിച്ച് മരവിച്ച് പോകുന്നതാണ് ഈ ശരീരം അഴുക്ക് പിടിക്കാനിടയാകുന്നത്. അങ്ങനെ വരുന്നൊരു ശരീരത്തിന് അസാധാരണ ശുദ്ധീകരണ ശ്രമങ്ങളിലൂടെ ഈ അഴുക്കിനെ കളയാനറിയാം. അപ്പോൾ എന്തായിരിക്കും ഈ അസാധാരണ ശുദ്ധീകരണ ശ്രമങ്ങൾ? സാധാരണ ശുദ്ധീകരണ ശ്രമങ്ങൾ ഉച്ഛ്വാസം, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം. അസാധാരണ ശുദ്ധീകരണ ശ്രമങ്ങൾ എന്തായിരിക്കും? എന്താണ്? തുമ്മൽ. എന്തിനാ തുമ്മിയെ? എന്തിനാ ചുമച്ചേ? ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ അധികമായിരിക്കുന്ന കെട്ടിക്കിടക്കുന്ന കഫമാലിന്യങ്ങളെ തെറിപ്പിച്ച് കളയാൻ വേറെ എന്താ വഴിയുള്ളത്? കയ്യിലിട്ട് കോരിയെടുത്ത് കളയാൻ പറ്റുമോ? ശ്വാസകോശത്തിന് വയറിളക്കി കളയാൻ പറ്റുമോ? തുമ്മുക, ചുമയ്ക്കുക, ചീറ്റുക. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, വൈറലാണ്. ആൻറ്റിബയോട്ടിക്കും അങ്കിൾബയോട്ടിക്കും ഒക്കെ കഴിച്ചാലാണ് ശരിയാകുക എന്ന് പറഞ്ഞ് ഇതിനെ അടിച്ചമർത്തി സുഖമായി. തുമ്മൽ നിർത്തിയല്ലോ, ചുമ നിന്നില്ലേ? ഈ ദ്രോഹം, പരമദ്രോഹമാണ് അലോപ്പതി ചികിത്സാ മേഖല നമ്മളോട് ചെയ്തത്. അതിൻ്റെ പുറത്താണ് ഇന്ന് കാണുന്ന രോഗങ്ങൾ മുഴുവനും അവർ കെട്ടിപ്പൊക്കിയതും ഈ ചികിത്സ മുഴുവൻ നടത്തുന്നതും. കുട്ടികൾക്ക് ആദ്യം ഉണ്ടാകുന്ന രോഗം എന്താണ്? കഫക്കെട്ടാണ്. ഏത് മനുഷ്യ ശരീരവും നശിക്കാൻ തുടങ്ങുന്നത്, അഴുക്ക് കെട്ടാൻ തുടങ്ങുന്നത്, രോഗത്തിലേക്ക് വീഴുന്നത് ഈ കഫക്കെട്ടിൽ നിന്നാണ്. ആ കഫക്കെട്ടിന് മുമ്പ് നമ്മൾ അറിയാതെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് കടന്നതുകൊണ്ടാണ്. അവർ പറയും ബാക്ടീരിയ, വൈറസ്, ഫംഗി, അതൊക്കെ ഇൻഫെക്ഷ്യസ് ഏജൻ്റാണ്. ഞാനത് സമ്മതിക്കാം. സമ്മതിക്കുമ്പോൾ തന്നെ അവരൊരു ചോദ്യം ചോദിക്കും, ഈ ഇൻഫെക്ഷൻ ടോക്സിക് പ്രോട്ടീനും ഉണ്ടാക്കില്ലേ? ടോക്സിക് പ്രോട്ടീൻ എന്താണ്? ഈ ടോക്സിക് പ്രോട്ടീൻ ഇൻഫെക്ഷ്യസ് ഏജൻ്റായിട്ട് ബാക്ടീരിയയും
വൈറസും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ ടോക്സിസിറ്റിയാണ്, ടോക്സിക് പ്രോട്ടീനാണ്, ടോക്സിക് കാർബാണ്, ടോക്സിക് ഫാറ്റാണ് ഈ ബാക്ടീരിയകളെയും വൈറസിനെയൊക്കെ നമുക്കെതിരായിട്ട് തിരിച്ചത്. ഇടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കെതിരായിട്ട് തിരിയില്ലേ? നല്ല കാർബോഹൈഡ്രേറ്റ് അളവിൽ അല്പം കൂടിയാൽ എന്ത് പറ്റും? കാർബോ ടോക്സിക് ആവും. ഒറ്റ വാക്കായിട്ട് കൂട്ടണം, അല്ലെങ്കിൽ വേറെ മോണോക്സൈഡിൻ്റെ ഭാഗത്തേക്ക് പോകും. കാർബോ ടോക്സിസിറ്റി. ഒരു കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം അളവ് കൂടിക്കഴിഞ്ഞാൽ വിഷമായി. മേലനങ്ങി പണിയെടുക്കാത്തവരാണെങ്കിൽ അതിൻ്റെ ആപത്ത് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതുകൊണ്ട് ചോറ് ഒരു നേരത്തിൽ കൂടുതൽ നിങ്ങൾ കഴിക്കണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം വേർത്ത് പണിയെടുക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് യോഗ ചെയ്യണം, മറ്റെന്തെങ്കിലും വ്യായാമം ചെയ്യണം. ഒരു നേരത്തിൽ കൂടുതൽ ചോറ്, എന്നോടൊരു ഉമ്മ പറഞ്ഞു, നമ്മൾ ഒരു നേരെ ചോറ് കഴിക്കാറുണ്ട് മോനെ. പക്ഷെ ഉമ്മയെ കണ്ടിട്ട് എനിക്കത് തോന്നണില്ല. ഞാൻ പറഞ്ഞു, ഉമ്മയെ കണ്ടിട്ടത് തോന്നണില്ലല്ലോ. നമ്മൾ ഒരു നേരെ ഭക്ഷണം കഴിക്കുകയുള്ളൂ, ചോറ് കഴിക്കുകയുള്ളൂ. അപ്പോൾ കാലത്ത് എന്താണ് ഉമ്മ? പുട്ട്, വൈകിട്ടോ കഞ്ഞി. ചോറൊരു നേരെ കഴിക്കുകയുള്ളൂ. ഈ പുട്ടായി വരുന്നതും അപ്പമായി വരുന്നതും ഒക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫാൻസി ഡ്രസ്സുകളാണെന്നുള്ളത്. ഇനി ഗോതമ്പാക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഒരു നേരമേ കാർബോഹൈഡ്രേറ്റ് പാടുള്ളൂ. ബാക്കി നേരങ്ങളിൽ നിങ്ങൾക്ക് വേവിക്കാത്ത പച്ചക്കറികളാക്കാം, പഴങ്ങളാക്കാം, റാഗിയോ മില്ലറ്റ്സോ കൊണ്ടുവരാം. ചോറൊരു നേരം, മില്ലറ്റ്സ് ഒരു നേരം, പഴം വേറൊരു നേരം. ഇങ്ങനെ ഒരു ഡയറ്റിൽ പോയാൽ തന്നെ രോഗങ്ങളില്ലാതെ പോകാൻ സാധിക്കും. ഈ ശുദ്ധീകരണം മന്ദിച്ചു പോയതിനെ നമുക്ക് ആക്റ്റീവാക്കാൻ സാധിക്കും. അപ്പോൾ അസാധാരണ ശുദ്ധീകരണ ശ്രമങ്ങളിൽ ഒന്ന് ജലദോഷം. അത് ജലദോഷമല്ല, ജലഗുണമാണ്. വെള്ളം തണുപ്പ് ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഉറഞ്ഞിരിക്കുന്നത് ഇളകി പോരാൻ തുടങ്ങും. അപ്പോൾ ജലദോഷത്തെ എന്താ നടക്കണേ? എന്താ സംഭവിക്കുന്നത്? കഫം ചുമച്ച് തുമ്മി ചീറ്റിയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുക. സമ്മതിക്കാവോ? ഇത്രയും വിലയേറിയ കഫം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോവുക എന്ന് വെച്ചാൽ ഇതെന്താ ഇത്? കളയാവോ? അബദ്ധവശാൽ ചുമക്കുമ്പോൾ കഫം തെറിച്ചു പോയാൽ തിരിച്ചെടുത്ത് കഴുകിയെങ്കിലും ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കളയരുത്. മരുന്ന് കഴിച്ച് അമർത്തി വയ്ക്കേണ്ട പുണ്യപ്പെട്ട സാധനമാണ്. ഒന്നില്ല എങ്കിൽ ജലദോഷം അനുഗ്രഹമാണ് എന്ന് പറയുന്ന ഞങ്ങൾക്ക് തലക്ക് വട്ട്. അല്ലായെങ്കിൽ ജലദോഷം വൈറൽ ഇൻഫെക്ഷനാണ്, ആൻറ്റിബയോട്ടിക് കഴിച്ച് ഉടനെ നിർത്തണമെന്ന് പറയുന്ന അലോപ്പതിക്കാർക്ക് തലക്ക് വട്ട്. രണ്ട് കൂട്ടരിൽ ആർക്കോ വട്ടുണ്ടല്ലോ. അതാർക്കാണ്? ജലദോഷം അനുഗ്രഹമാണ്. തുമ്മിയും ചീറ്റിയും അത് കളയ്. അത് പോയി തീരുന്നത് വരെ നിങ്ങൾ ജ്യൂസ് കുടിച്ചാൽ മതി, അല്ലെങ്കിൽ പഴം മാത്രം കഴിച്ചാൽ മതി, അതുമല്ലെങ്കിൽ കരിക്കും വെള്ളം മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഞങ്ങളുടെ തലക്ക് വട്ട്. അല്ലായെങ്കിൽ അതെല്ലാം മരുന്ന് കഴിച്ച് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കണത് അതുമായിട്ട് ഒരു ബന്ധമില്ല. ഭക്ഷണം എന്ത് വേണമെങ്കിലും കഴിച്ചോ, ഈ മരുന്നും കൂടെ കഴിച്ചോ എന്ന് പറഞ്ഞ് ജലദോഷം നിർത്തിത്തരുന്ന അലോപ്പതി ഡോക്ടർമാർക്ക് തലക്ക് വട്ട്. ആർക്കാ വട്ട്? അതോ ജലദോഷമാണ് ഡോക്ടറെ നിർത്തിത്തരണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലണം, നിങ്ങൾക്കാണോ വട്ട്? ആർക്കോ വട്ടാണ് ഇവിടെ. തികഞ്ഞ തനിപ്രാന്താണ്. ജലദോഷം ശരീരം ശുദ്ധീകരിക്കാൻ വേണ്ടി ശരീരം നടത്തുന്ന കൊടുങ്കാറ്റ് പ്രയോഗങ്ങളാണ്. ഒന്ന് തുമ്മുമ്പോൾ വായു തെറിക്കുന്നത് 40 കിലോമീറ്റർ സ്പീഡിലാണ്. ജലദോഷം, ഛർദി, വിഷാംശം ഉള്ളിൽ ചെന്നാൽ ഛർദിച്ച് കളയാൻ ശരീരത്തിനറിയാം. എന്തൊരു അത്ഭുതമാണൊരു ഛർദി. അരമണിക്കൂർ കൊണ്ട് സാവധാനം നിങ്ങൾ കഴിച്ച ഭക്ഷണ സാധനങ്ങൾ അര മിനിറ്റ് കൊണ്ട് പുറത്തേക്ക് ഇടുകയാണ്. അതെങ്ങനെയാ? അവിടെ നിന്ന് അണക്കെട്ടിൽ നിന്ന് ചെറിയൊരു തോന്ന് തുറക്കും. അതങ്ങ് തുറന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ദ്രാവകം ഇങ്ങോട്ട് ഒഴുകും. ഭാ എന്ന് പറഞ്ഞ് മുഴുവൻ കൂടെ പുറത്തേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ ശരീരത്തിൻ്റെ കഴിവ്. നിങ്ങളെ ബോധം കെടുത്താനായിട്ട് അനസ്തേഷ്യ വേണ്ട. നിങ്ങളുടെ ശരീരത്തിന് അതുണ്ടാക്കാൻ അറിയാം. തീവ്രമായൊരു ദുഃഖം വന്നാൽ നിങ്ങളെ ബോധം കെടുത്തി വീഴ്ത്താൻ ശരീരത്തിനറിയാം. അനസ്തേഷ്യയുടെ ഇതുവരെയുള്ള കഴിവാണ്. ഇപ്പോൾ ഛർദി വന്നാൽ
12 മണിക്കൂർ നിങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കരുത്. ഏറ്റവും പ്രധാനമാണ് ശ്രദ്ധിക്കേണ്ടത്. ധാരാളം വെള്ളം കുടിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യണം. ഛർദ്ദിച്ചു പോകാൻ എളുപ്പമാകുന്ന രീതിയിൽ മൊത്തം സാധനങ്ങൾക്കും വെള്ളം കൂടുതൽ ആവശ്യമാണ്. ഇല്ലെങ്കിൽ കുടലിൽ നിന്നും എല്ലാം വെള്ളം വലിച്ചെടുത്ത് ഛർദ്ദി നടക്കും. പക്ഷേ നിങ്ങൾ ഡീഹൈഡ്രേഷനിൽ മരിക്കാൻ സാധ്യതയുണ്ട്. വേറെ ഒരപകടവും നിങ്ങൾ പേടിക്കണ്ട. ആത്മഹത്യ ചെയ്യാൻ ഫുർഡാൻ കഴിച്ചിട്ട് ആളിന് ചാവണില്ല, ആശുപത്രി കൊണ്ടുപോയി വയറ് കഴുകിയാൽ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ കുഴിമാന്തിയും ഷവർമയും കഴിച്ച ആൾ മരിക്കുക, ഭക്ഷണം കഴിച്ച് മരിക്കുകയാണ്. ഈ ചികിത്സയ്ക്ക് പോയത് കൊണ്ടാണ്, ഛർദി തടഞ്ഞത് കൊണ്ടാണ്. വേണ്ടാത്ത ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ ഛർദ്ദിക്കണത്. ആ ഭക്ഷണം ആപത്തായത് കൊണ്ട് ശരീരത്തിനുള്ളിൽ നിന്ന് കളയാൻ വേണ്ടിയല്ലേ ഛർദ്ദിക്കുന്നത്. അപ്പോൾ ഛർദി നിർത്തിയാൽ എങ്ങനെ ശരിയാവണേ? അവർ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഛർദി നിർത്താനുള്ള മരുന്നാണ്, അത് ചെയ്താൽ ശരിയാകുമോ? ഇത് ഛർദ്ദിച്ച് പോകണ്ടേ? അത് നിർവീര്യമാക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, ആയുർവേദത്തിന് പോവാം. അപ്പം അങ്ങേർക്കും തോന്നി. അങ്ങേര് പറഞ്ഞെന്നാൽ പോകാമെന്ന് പറഞ്ഞ് അവർ ഡിസ്ചാർജ് ചെയ്ത് അടുത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയി അവിടെ നിന്നുള്ള മരുന്നൊക്കെ മേടിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, സാറേ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആ ചേട്ടന് ഇതുപോലെ തന്നെ ഛർദി വന്നു. സ്നേഹിക്കാർ അവിടെയും ചെന്നിട്ടുണ്ട്. ഛർദി വന്നു കഴിഞ്ഞ് ഇതേ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി. 3-ാം ദിവസം ആൾ മരിച്ചു സാറേ. അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു, നമ്മൾ അവിടെ തന്നെ കിടന്നിരുന്നെങ്കിൽ എൻ്റെ മോളെ നിനക്കങ്ങനെ തോന്നിയത് നന്നായി. സാറിൻ്റെ ഈ ടോക്ക് കേട്ടപ്പോഴാണ് ഞങ്ങൾ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് മനസ്സിലായത്. ഛർദിക്ക് മരുന്ന് ചെയ്യരുത്. ധാരാളം കരിക്കും വെള്ളം, അല്ലെങ്കിൽ നേർപ്പിച്ച ജ്യൂസ്, അതുമല്ലെങ്കിൽ ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം, അത് കുടിച്ച് ഇത് മുഴുവൻ കഴുകിക്കളഞ്ഞ് ഛർദി നിന്ന് കഴിഞ്ഞാൽ 12 മണിക്കൂർ വയറിന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി വരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ജ്യൂസോ പഴങ്ങളോ കഴിക്കാം. 1-2 ദിവസമെങ്കിലും ജ്യൂസും പഴവും കഴിച്ചിട്ട് മാത്രമേ നിങ്ങൾ വേവിച്ച ഭക്ഷണത്തിലേക്ക് പോകാവൂ.